ഗുരുജനങ്ങളെ, പ്രശസ്തരെ, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പരവൂരിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നിട്ട് ഞാൻ ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പാണ്. ശ്രീ IV ശശി സംവിധാനം ചെയ്ത് MT വാസുദേവൻ സ്ക്രിപ്റ്റ് എഴുതിയ അടിയൊഴുക്കുകൾ എന്ന സിനിമ. ആ സിനിമയിൽ മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ സ്റ്റേറ്റ് അവാർഡ് കിട്ടേണ്ടായി. അന്ന് വന്നതാണ്. അതിനുശേഷം വരുന്നത് ഇന്നാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിനകത്ത് വരാനുള്ളൊരു കാരണം പ്രധാനമായിട്ട് വേറൊന്നുമല്ല. ഇവിടെ അധികം നേരം സംസാരിച്ച് കലാപരിപാടികൾ കാത്തിരിക്കാൻ നിങ്ങളെ മുഷിപ്പിക്കില്ല, പേടിക്കേണ്ട. അതായത് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരുപാട് പേര് എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. പ്രത്യേക ഒരു രാഷ്ട്രീയത്തിൻ്റെ ആളൊന്നുമല്ല ഞാൻ, പക്ഷെ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. അതിലേറ്റവും അടുത്തൊരു സുഹൃത്താണ് ശ്രീ VD സതീശൻ. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രിസഭയിൽ ആദ്യം മന്ത്രിയാവേണ്ട ക്വാളിഫൈഡ് പേഴ്സണാണ്. അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അതിനകത്ത് ഇല്ലാതെ പോയതിൽ നിങ്ങളെപ്പോലെ കേരളത്തിലുള്ള എല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷേ അതുകൊണ്ടൊരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരു നാടിൻ്റെ ഉന്നമനത്തിനും നന്മയ്ക്കും എല്ലാത്തിനും വേണ്ടി ഒരാൾ മന്ത്രിയാവണമെന്നില്ല. ഇപ്പം മന്ത്രിയെക്കാളും മുകളിൽ നിന്നാണ് അദ്ദേഹത്തെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആവേശം ഇപ്പോൾ എപ്പോഴും നമ്മളെ കാണുമ്പോൾ പറയുന്നത് പരവൂരിനകത്ത് ചെയ്യണം ടൂറിസം മറ്റേത് പറഞ്ഞ് ഞാൻ 25 വർഷത്തിന് മുമ്പ് ഷൂട്ടിംഗ് എന്ന് പറയുമ്പം അന്ന് 5 സെന്റ് വാങ്ങിച്ചുകൂടായിരുന്നു. എന്ത് ഡെവലപ്മെന്റ് ആണ് ഈ നാട്ടിൽ, നിങ്ങൾ കണ്ടു നോക്കി ഇതൊക്കെ എന്ത് സംഭവിക്കാൻ പോകണം അടുത്ത് വരുന്ന ആളുകളെന്ന് അദ്ദേഹം പറയണ്ടായി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പരവൂരിന് ഈ പറഞ്ഞ മാതിരി ദാസേട്ടൻ പ്രസംഗിച്ച മാതിരി ഇവിടെ തുറമുഖം വരുന്നു, അതിൻ്റെ ഒരു ടൂറിസം കോറിഡോർ വരാൻ പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഈ നാടിന് നന്മയെ ഉണ്ടാവുള്ളൂ. അതിന് ചുക്കാൻ പിടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിശ്വസ്തൻ്റെ ഒരാൾ എന്നും വേണം. അതിന് നിങ്ങൾ തിരഞ്ഞെടുത്ത ആൾ കറക്റ്റാണ്. അദ്ദേഹം നിങ്ങളുടെ എന്നും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ജന്മം മുഴുവൻ പരവൂരെ കൊണ്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് സംഭവം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി 2 വാക്ക് സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടെ വരുമ്പോഴാണ് അറിഞ്ഞത് ഇന്ന് റിമി ടോമിയുടെ ഗാനമേള ഉണ്ടെന്ന്. ഞങ്ങൾ ഒന്നിച്ചൊരു പ്രോഗ്രാമിന് കഴിഞ്ഞ മാസം 4-ാം തീയതി ദുബായിലുണ്ടായിരുന്നപ്പോൾ ഷാരൂഖ് ഖാൻ ആ കുട്ടിയെ എടുത്ത് സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പാടുകയാണ്. കണ്ടോണ്ടെന്ന് നമുക്ക് മലയാളികൾക്കെല്ലാം രോമാഞ്ചം ഉണ്ടായി. ഷാരൂഖ് ഖാൻ തൂക്കിയെടുത്തപ്പോഴും ഒരു അറപ്പില്ല, അവിടെ കിടന്ന് പാടി ആ കുട്ടി ആ പാട്ട് കംപ്ലീറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നിവിടെ ഷാരൂഖ് ഖാനൊന്നും ഇല്ല. ഈ ലാലുവലസ പറഞ്ഞ അതിന് നല്ല ഷർട്ട് ഇട്ടുകൊണ്ട് പിന്നെ ഇതിന്റെ പിന്നിൽ അങ്ങനെ ഒരു ഉദ്ദേശമൊക്കെ ഉണ്ട് കേട്ടാ. ഏതെങ്കിലും ഒരു വരിക്ക് ഒന്ന് തൂക്കിയെടുക്കാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ നല്ലൊരു കലാപരിപാടി കണ്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളെ ഇന്നത്തെ സായാഹ്നം അടിപൊളിയായിരിക്കും. നിങ്ങൾ വന്ന് കാണാനും നല്ല ഓഡിയൻസ് ആയിട്ട് എല്ലാവരും നല്ല പ്രസന്നമായ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ നന്മകളും വരട്ടെ. അതിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എന്നെ ഈ ഫംഗ്ഷന് വിളിച്ച ഇതിൻ്റെ സംഘാടകരോടും എല്ലാം എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.